മേടം രാശി. ഈ വാരഫലം മേടം രാശിക്കാർക്ക് മൊത്തത്തിൽ അനുകൂലമായ മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനോടൊപ്പം കരിയറിലും വ്യക്തിജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ താഴെ നൽകുന്നു. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന പരിശ്രമങ്ങൾ ഫലം കാണും. ഇത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷവും ആത്മവിശ്വാസവും നൽകും. രാഹു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെങ്കിലും പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. എങ്കിലും അശ്രദ്ധ മൂലം സാധനങ്ങൾ കൈമോശം വരാനോ തകരാനോ സാധ്യതയുണ്ട്. ഇത് കുടുംബാംഗങ്ങളുടെ അതൃപ്തിക്ക് കാരണമായേക്കാം എന്നതിനാൽ വീട്ടുപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് പഴയ പ്രതികൂല സാഹചര്യങ്ങൾ മാറി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. ഈ അവസരം മുതലെടുത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന വാരമാണിത്. അല്പം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. യാത്രകൾക്കോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഈ സമയം പ്രയോജനപ്പെടുത്താം. ഈ ആഴ്ചയിലെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ താഴെ പറയുന്നവ ശീലിക്കാവുന്നതാണ്. ദിവസവും 24 തവണ ഓം നമഃ ശിവായ ജപിക്കുന്നത് മനഃശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. പണമിടപാടുകളിലും സംസാരത്തിലും അനാവശ്യമായ ധൃതി ഒഴിവാക്കി ക്ഷമയോടെ നീങ്ങുക. വീട്ടുപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ജോലിസ്ഥലത്തെ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇടവം. ഈ വാരഫലം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ശനിയുടെയും രാഹുവിന്റെയും സ്ഥാനങ്ങൾ നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും നൽകുന്ന സൂചനകൾ താഴെ ലളിതമായി നൽകുന്നു. ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും. ഇത് മറ്റുള്ളവരോട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ സഹായിക്കും. ഈ ആഴ്ച യാത്രകൾക്കും വിനോദങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ അമിതമായ ചെലവുകൾ പിന്നീട് മാനസിക വിഷമത്തിന് കാരണമായേക്കാം. അതിനാൽ പണം ചെലവാക്കുമ്പോൾ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. അതിഥികളുടെ വരവുകൊണ്ട് വീട് സജീവമാകും. കുടുംബാംഗങ്ങളോടൊപ്പം സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സഹായിക്കും. രാഹു 10ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് വലിയൊരു തിരിച്ചറിവുണ്ടാകും. നിങ്ങൾ ശത്രുവായി കരുതിയ വ്യക്തി നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ പിണക്കങ്ങൾ മറന്ന് ഒരു പുതിയ തുടക്കത്തിന് ഈ സമയം അനുയോജ്യമാണ്. ചില വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം. എങ്കിലും വിട്ടുകൊടുക്കാതെ പരിശ്രമിച്ചാൽ വിജയം നിങ്ങളെ തേടിയെത്തും. ലക്ഷ്യബോധത്തോടെ മുന്നേറുക. പങ്കാളിയുടെ പെരുമാറ്റത്തിൽ ഈ ആഴ്ച പ്രകടമായ മാറ്റങ്ങൾ കണ്ടേക്കാം. ഇത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ട സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ആഴ്ചയിലെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 24 തവണ ഓം ശുക്രായ നമഃ ജപിക്കുന്നത് സാമ്പത്തികവും വ്യക്തിപരവുമായ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിനോദങ്ങൾക്കായി പണം ചെലവഴിക്കുമ്പോൾ ബജറ്റ് ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്തെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ മുൻകൈയെടുക്കുക. പഴയ കാര്യങ്ങൾ വിസ്മരിക്കുന്നത് കരിയറിൽ ഗുണം ചെയ്യും. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഈ വാരം സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. മാനസികാരോഗ്യത്തിലും പെരുമാറ്റത്തിലും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണിത്. ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിക്കാനിടയുണ്ട്. അമിതമായ ജോലിഭാരമോ സമ്മർദ്ദമോ മൂലം ശരീരം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. കേതു 3ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബന്ധുക്കളെ സന്ദർശിക്കാനോ അവരുമായി ഇടപഴകാനോ അവസരമുണ്ടാകും. എന്നാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ അല്പം ബാധിച്ചേക്കാം. ആരെങ്കിലും സാമ്പത്തിക സഹായം ചോദിച്ചു വരാൻ സാധ്യതയുള്ളതിനാൽ കൈവശമുള്ള പണം സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യുക. വീട്ടിലെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. അവരുടെ ചിന്തകൾ മനസ്സിലാക്കാനും അവരുമായുള്ള ബന്ധം ദൃഢമാക്കാനും ഇത് സഹായിക്കും. കുടുംബാംഗങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ നല്ലതാണ്. ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിൽ ചില ചാഞ്ചല്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഇത് ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ശ്രദ്ധിക്കുക. നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ സഹപ്രവർത്തകർക്കോ മേലുദ്യോഗസ്ഥർക്കോ നൽകാതിരിക്കുക. വ്യക്തിപരമായ തിരക്കുകൾ മൂലം ജോലികൾ തീർക്കാൻ താമസം നേരിട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണിത്. അധ്യാപകരുടെ പിന്തുണയും പ്രശംസയും ലഭിക്കും.
പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. സ്കോളർഷിപ്പ് പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ സമയം സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ പ്രതികൂലാവസ്ഥകൾ കുറയ്ക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിവസവും 41 തവണ ഓം നമോ നാരായണ ജപിക്കുക. ഇത് മാനസിക സമാധാനത്തിനും പോസിറ്റീവ് ഊർജത്തിനും സഹായിക്കും. ദേഷ്യമോ അസ്ഥിരതയോ പ്രകടിപ്പിക്കാതെ സമാധാനത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. യോഗയോ ലളിതമായ വ്യായാമങ്ങളോ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കർക്കടകം രാശി. കർക്കടകം രാശിക്കാർക്ക് ഈ വാരം വ്യക്തിപരമായ വളർച്ചയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും മുൻതൂക്കം നൽകുന്ന ഒന്നായിരിക്കും. ശനി 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിത രീതിയിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ശനിയുടെ സ്ഥാനം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ പ്രേരിപ്പിക്കും. മടിവെടിഞ്ഞ് വ്യായാമം, യോഗ എന്നിവ ശീലിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കും. ഈ മാറ്റങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ക്ഷമയോടെ പണം വിനിയോഗിക്കുക. ശരിയായ ആസൂത്രണത്തോടെയുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും. കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം മൂലം ചെറിയ തോതിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടായേക്കാം. ഇത് അനാവശ്യമായ തർക്കങ്ങളിലേക്ക് നയിക്കാതെ നോക്കണം. എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കഴിഞ്ഞ ആഴ്ചയേക്കാൾ മികച്ച പ്രകടനമായിരിക്കും ഈ വാരം കാഴ്ചവെക്കുക. സാമ്പത്തികമായോ ബിസിനസ് പരമായോ ഉള്ള കാര്യങ്ങളിൽ കുടുംബത്തിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കരിയറിൽ പുതിയ ഉണർവ് നൽകും. പഠനകാര്യങ്ങളിൽ പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുമെങ്കിലും സ്വന്തം കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടുന്നത് വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ചെറിയ പ്രശ്നങ്ങളെ വലുതായി കാണാതെ ആത്മവിശ്വാസത്തോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിക്കാനും താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിവസവും 21 തവണ ഓം നമഃശിവായ ജപിക്കുന്നത് മനഃശാന്തിക്കും പോസിറ്റീവ് ചിന്തകൾക്കും സഹായിക്കും. കുടുംബാംഗങ്ങളുമായുള്ള സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുക. പഠനത്തിലോ ജോലിയിലോ ഉള്ള വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുക. മടി ഒഴിവാക്കി മുന്നോട്ടു നീങ്ങുക. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. രാഹു 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യക്തിത്വ വികസനത്തിന് മികച്ച അവസരങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ ആഴ്ച ശ്രമിക്കും. നഗ്നപാതനായി പുല്ലിലൂടെ നടക്കുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ കണ്ണുകളുടെ ആരോഗ്യത്തിനും മനസ്സിന് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വളരെ അനുയോജ്യമായ സമയമാണിത്. എന്നാൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിനു മുൻപ് കുടുംബത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ ആഴ്ച പ്രത്യേക ജാഗ്രത വേണം. അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കാനും ശ്രദ്ധിക്കുക. ഗ്രഹനില അനുകൂലമായതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും വർദ്ധിക്കും. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യപ്രശ്നങ്ങൾ പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. എങ്കിലും ശ്രദ്ധ കൈവിടാതെ പഠനകാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ മാറാനും ഊർജ്ജസ്വലത നിലനിർത്താനും താഴെ പറയുന്നവ ശീലിക്കുക. ദിവസവും ആദിത്യഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് പരാജയങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. കന്നി. കന്നി രാശിക്കാർക്ക് ഈ വാരം അല്പം ജാഗ്രതയും ആസൂത്രണവും ആവശ്യമായ സമയമാണ്. കേതു 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും ചില വെല്ലുവിളികൾ സൂചിപ്പിക്കുന്നു. കുടുംബത്തിലെ ഒരംഗത്തിന്റെ ആരോഗ്യപ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചെറിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. എന്നാൽ അവരെ പരിചരിക്കുന്നതിനൊപ്പം സ്വന്തം ആരോഗ്യത്തിലും ശ്രദ്ധ നൽകുക. യോഗയും ലഘുവായ വ്യായാമങ്ങളും ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. പുതിയ നിക്ഷേപങ്ങൾക്കോ സാമ്പത്തിക തീരുമാനങ്ങൾക്കോ ഒട്ടും അനുയോജ്യമായ സമയമല്ല ഇത്. തിടുക്കപ്പെട്ട് പണം വിനിയോഗിക്കുന്നത് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. ഏതെങ്കിലും വലിയ സാമ്പത്തിക നീക്കം നടത്തുന്നതിനു മുൻപ് വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ഉറ്റവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിച്ചേക്കാം. തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജോലി രീതിയിൽ
സഹപ്രവർത്തകർക്ക് ചില അതൃപ്തികൾ ഉണ്ടായേക്കാം. പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ ഒന്നുകൂടി വിശകലനം ചെയ്യുക. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നത് കരിയറിൽ ഗുണം ചെയ്യും. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ വാരം മികച്ചതായിരിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സുഹൃത്തുക്കൾ വഴി ശുഭവാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾ ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ നീങ്ങാനും നേട്ടങ്ങൾ ഉണ്ടാകാനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 41 തവണ ഓം ബുധായ നമഃ ജപിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും കരിയറിൽ തിളങ്ങാനും സഹായിക്കും. ജോലിസ്ഥലത്തും സാമ്പത്തിക കാര്യങ്ങളിലും എടുത്തുചാട്ടം ഒഴിവാക്കി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം മാത്രം മുന്നോട്ടു പോവുക. പ്രിയപ്പെട്ടവരോടുള്ള ഇടപെടലുകളിൽ ക്ഷമ പാലിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. തുലാം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായും ഔദ്യോഗികമായും വലിയ കുതിച്ചുചാട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എങ്കിലും മാനസികമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ അതീവ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള സ്വാർത്ഥരായ വ്യക്തികൾ കാരണം അനാവശ്യമായ മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ ഭക്ഷണരീതിയെയും ആരോഗ്യത്തെയും ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യദായകമാണ്. ഈ ആഴ്ച മികച്ച സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഈ അധിക വരുമാനം ഭൂമിയിലോ റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രകടമാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ സന്തുഷ്ടനല്ല എന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയേക്കാം. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉറ്റവരോട് തുറന്നു സംസാരിക്കുന്നത് ആശ്വാസം നൽകും. വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ ബാധിക്കാതെ നോക്കുക. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നുചേരും. കഠിനാധ്വാനം തുടരുന്നത് കരിയറിൽ വലിയ ഉയർച്ചകൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിതെളിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഭാഗ്യത്തെ മാത്രം വിശ്വസിക്കാതെ കഠിനാധ്വാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷാ ഹാളിൽ തുണയാകൂ എന്ന് മനസ്സിലാക്കി സമയക്രമം പാലിച്ചു മുന്നോട്ടു പോവുക. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിക്കാനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 33 തവണ ഓം ഭാർഗവായ നമഃ ജപിക്കുന്നത് സന്തോഷവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകും. ലഭിക്കുന്ന ലാഭം ധൂർത്തടിക്കാതെ ഭാവിയിലേക്കായി കരുതി വയ്ക്കുക. വസ്തുവകകളിൽ നിക്ഷേപിക്കാൻ ഈ സമയം അനുയോജ്യമാണ്. ഏകാഗ്രത. അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് ജോലിയിലും പഠനത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും അതേസമയം ചില ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ സമയമാണ്. വ്യാഴം 8ാം ഭാവത്തിൽ നിൽക്കുന്നത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ മൂലം നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. ചുറ്റുമുള്ളവർ നിങ്ങളിൽ നിന്ന് കൂടുതൽ സഹായങ്ങളോ പ്രതീക്ഷകളോ വെച്ചു പുലർത്താൻ സാധ്യതയുണ്ട്. എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച് അനാവശ്യ സമ്മർദ്ദത്തിലാകരുത്. നിങ്ങളുടെ പരിധിക്കപ്പുറമുള്ള വാഗ്ദാനങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികം. ശനി 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായി ഗുണകരമാണ്. എന്നിരുന്നാലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണം. അശ്രദ്ധ മൂലം വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനും അത് അപ്രതീക്ഷിത ചെലവുകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിന്റെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുള്ള വാരമാണിത്. വീടിന്റെ ആവശ്യങ്ങൾക്കായി ഒരു പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയമാണിത്. ജോലിസ്ഥലത്ത് അനാവശ്യമായ തിരക്ക് കാണിക്കുന്നത് വിപരീത ഫലം നൽകും. പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറുമ്പോഴോ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോഴോ സാവധാനം കൃത്യതയോടെ ചെയ്യുക. ധൃതി വെക്കുന്നത് കാര്യങ്ങൾ അപൂർണമായി നിൽക്കാൻ കാരണമായേക്കാം. പ്രവേശന പരീക്ഷകൾക്കോ മറ്റ് മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർ പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തണം. പഠനത്തോടൊപ്പം തന്നെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ശാരീരിക അസ്വസ്ഥതകൾ പഠനത്തെ ബാധിക്കാതെ നോക്കുക. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിക്കാനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 27 തവണ ഓം മംഗളായ നമഃ ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാനും ഊർജ്ജസ്വലത ലഭിക്കാനും സഹായിക്കും. വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും ശ്രദ്ധിക്കുക. ധനുരാശി.
ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായി നേട്ടങ്ങൾ നൽകുമെങ്കിലും വൈകാരികമായി അല്പം വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ്. ശനി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനുള്ളിൽ അനാവശ്യമായ നിഷേധാത്മക ചിന്തകളും വൈകാരികമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും മറ്റുള്ളവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തേക്കാം. ഇത്തരം നിരാശകൾ ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. രാഹു 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. പണ്ടേ ആസൂത്രണം ചെയ്ത പ്രധാന പദ്ധതികൾ ഈ ആഴ്ച നടപ്പിലാക്കാൻ സാധിക്കും. ഇത് മികച്ച സാമ്പത്തിക ലാഭത്തിനും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഭാവിയിലേക്കായി പണം സമ്പാദിക്കാൻ പറ്റിയ സമയമാണിത്. കുടുംബകാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ചില രഹസ്യങ്ങൾ കുടുംബാംഗങ്ങൾ അറിയാനിടയുള്ളതിനാൽ അത് ചെറിയ തോതിലുള്ള മാനസിക വിഷമത്തിനും പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിക്കാൻ കാരണമായേക്കാം. വിവേകത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. ജോലിസ്ഥലത്ത് പതിവ് രീതികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് നിങ്ങളിൽ ഒറ്റപ്പെടലോ നിസ്സഹായാവസ്ഥയോ ഉണ്ടാക്കിയേക്കാം. ആത്മവിശ്വാസം കൈവിടാതെ സാഹചര്യങ്ങളെ നേരിടുക. താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കരിയറിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ഫലം നൽകുന്ന വാരമാണിത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും നിരന്തരമായ പരിശ്രമം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഈ ആഴ്ചയിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാനും പോസിറ്റീവ് ഊർജം നിലനിർത്താനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 11 തവണ ഓം ശിവ ഓം ശിവ ഓം ജപിക്കുന്നത് മനഃശാന്തിക്കും ആത്മവിശ്വാസത്തിനും സഹായിക്കും. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താൻ ധ്യാനമോ യോഗയോ ശീലിക്കുക. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ സുതാര്യത പുലർത്തുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. മകരം രാശി. മകരം രാശിക്കാർക്ക് ഈ വാരം ഔദ്യോഗിക മേഖലയിൽ വലിയ ഉയർച്ചകളും അതേസമയം ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നു. കേതു 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ജോലിസ്ഥലത്ത് കോപം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരിൽ നിന്നുള്ള വഞ്ചനയോ അപ്രതീക്ഷിത നീക്കങ്ങളോ നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കും. സാംലയനം പാലിക്കുന്നത് വിജയത്തിന് ഗുണകരമാകും. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ആഴ്ച വളരെ മികച്ചതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. പിതാവിനും തന്റെ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ കുടുംബത്തിൽ സന്തോഷവും പോസിറ്റീവ് ഊർജവും നിലനിൽക്കും. നിങ്ങൾക്ക് ഏറെ താൽപ്പര്യമുള്ള ഒരു ചുമതലയോ പ്രോജക്റ്റോ ഈ ആഴ്ച ലഭിച്ചേക്കാം. എന്നാൽ ആവേശത്തിൽ തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലികൾ കൃത്യതയോടെയും വേഗത്തിലും പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ പ്രമോഷൻ സാധ്യതകളെ കൂടുതൽ ഉറപ്പിക്കും. ഇന്റേൺഷിപ്പ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ആവശ്യമായ എല്ലാ രേഖകളും സർട്ടിഫിക്കറ്റുകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ആഴ്ചയിലെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. ദിവസവും 41 തവണ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്നത് മനഃശാന്തിക്കും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. ക്ഷമ. ജോലിസ്ഥലത്തെ തർക്കങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുക. പ്രതികരണങ്ങളിൽ മിതത്വം പാലിക്കുക. പണമിടപാടുകളിലും ഔദ്യോഗിക രേഖകളിലും അതീവ ശ്രദ്ധ പുലർത്തുക. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രതയും കരിയറിൽ പുതിയ പരീക്ഷണങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. രാഹു 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് സ്വഭാവത്തിലും ആരോഗ്യത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. സുഹൃത്തുക്കളോടൊപ്പമുള്ള പാർട്ടികളോ ആഘോഷങ്ങളോ വരുമ്പോൾ മിതത്വം പാലിക്കുക. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശാരീരിക ക്ഷമത നിലനിർത്താൻ സഹായിക്കും. അപ്രതീക്ഷിതമായി പണം വന്നുചേരാൻ സാധ്യതയുള്ള വാരമാണിത്. എങ്കിലും എളുപ്പവഴികളിലൂടെയോ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെയോ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. റിസ്ക് എടുക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിൽ നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കും. എന്നാൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും കൂടി മുൻഗണന നൽകാൻ ശ്രദ്ധിക്കുക. വിനയത്തോടെയുള്ള പെരുമാറ്റം കുടുംബാംഗങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കൂടുതൽ ആദരവ് നേടിത്തരും.
പുതിയ സംരംഭങ്ങൾക്കോ ഉൽപ്പന്നങ്ങൾക്കോ തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണിത്. ബിസിനസ്സിലോ ജോലിയിലോ പുതിയ റിസ്കുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ മടിക്കില്ല. ഇത് ഭാവിയിൽ നല്ല ഗുണഫലങ്ങൾ നൽകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. പഠനകാര്യങ്ങളിൽ ഒരു ചിട്ടയായ പട്ടിക ഉണ്ടാക്കി മുന്നോട്ടു പോകുന്നത് മികച്ച വിജയം നേടാൻ സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്തുനിന്ന് സന്തോഷകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ നീങ്ങാനും പോസിറ്റീവ് ഊർജം ലഭിക്കാനും താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. വാരഫലത്തിൽ നിർദ്ദേശിച്ചതുപോലെ ശനിയാഴ്ചരർക്കോ ആവശ്യക്കാർക്കോ ഭക്ഷണം ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആവേശം കൂടുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തികമായി ബാധിക്കാതെ നോക്കുക. പഠനത്തിലും ജോലിയിലും കൃത്യമായ പ്ലാനിങ്ങോടെ മാത്രം മുന്നോട്ട് നീങ്ങുക. മീനം രാശി. മീനം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസവും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും ആവശ്യമായ സമയമാണ്. ശനിയും രാഹുവും നിങ്ങളുടെ രാശിചക്രത്തിൽ ചെലുത്തുന്ന സ്വാധീനം താഴെ പറയുന്ന രീതിയിൽ അനുഭവപ്പെടാം. രാഹു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കണ്ണ് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ഗുണകരമാണ്. ശരിയായ ചികിത്സ തേടാനും കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുയോജ്യമാണ്. കൃത്യമായ പരിചരണം ഈ ആഴ്ച നല്ല ഫലങ്ങൾ നൽകും. ശനി 1ാം ഭാവത്തിൽ ജന്മശനി നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സമാധാനത്തെ ബാധിച്ചേക്കാം. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവം ചിന്തിക്കുക. ചെലവുകൾ നിയന്ത്രിക്കാൻ കർശനമായ പ്ലാനിംഗ് ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. തിടുക്കം കാണിക്കുന്നത് നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ എത്തിച്ചേക്കാം. എല്ലാവരുമായും ആലോചിച്ച് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ബുദ്ധിയും സ്വാധീനവും കൃത്യസമയത്ത് ഉപയോഗിക്കേണ്ടിവരും. സ്വന്തം കഴിവുകൾ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും മുന്നിൽ തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഇത് ലക്ഷ്യപ്രാപ്തിക്ക് സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന വാരമാണിത്. നിങ്ങളുടെ അറിവും വിവേകവും അധ്യാപകരെ ആകർഷിക്കാൻ സഹായിക്കും. അവരുടെ പിന്തുണ ലഭിക്കുന്നത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഈ ആഴ്ചയിലെ പ്രതിസന്ധികൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും വ്യാഴാഴ്ചകളിൽ വ്യാഴഗ്രഹ പ്രീതിക്കായി യജ്ഞമോ ഹവനമോ നടത്തുന്നത് ഉത്തമമാണ്. ഇത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കടുത്ത അച്ചടക്കം പാലിക്കുക. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുക. വികാരപരമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ പ്രാണായാമമോ ശീലിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു.